ഇതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒത്തിരി നമുക്ക് നേരാക്കാനുള്ള സമയത്ത് നമുക്ക് അതിൻ്റെ ഇഞ്ചിൻ്റെ തൊലി കളയാനായിട്ട് നമ്മൾ കത്തി യൂസ് ചെയ്യാതെ ഇതേപോലെ സ്പൂൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് വശം യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ അതിൻ്റെ തൊലി കളയണമെന്നുണ്ടെങ്കിൽ കത്തിയിൽ നമ്മൾ തൊലി കളയുന്നതിനേക്കാളും വളരെ സിമ്പിളായിട്ടും അതിൻ്റെ ഒരു ദശയൊന്നും തന്നെ പോവുകയില്ല കേട്ടോ. എത്ര തന്നെ ഇഞ്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ നമുക്ക് പെട്ടെന്ന് നേരാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു സ്പൂണ് മാത്രം മതിയാവും. അതേപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ വളരെ കുഞ്ഞു വെളുത്തുള്ളിയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തൊലി കളയാനായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു പണിയാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു അല്ലി എല്ലാം തന്നെ ഇതുപോലെ ഒന്ന് വിടർത്തിയെടുത്തതിന് ശേഷം ഫുള്ളായി തന്നെ നമ്മളിതുപോലെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ഓരോ വെളുത്തുള്ളിയും നമ്മളിതുപോലെ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ തലഭാഗത്ത് നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ വെളുത്തുള്ളി നമുക്ക് തൊലി കളയാനായിട്ട് സാധിക്കും. ഈ ഒരു രീതിയിൽ കണ്ടില്ലേ, എത്ര കുഞ്ഞു വെളുത്തുള്ളിയാണെങ്കിലും വലിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നേരാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ.